ബാക്ക് ടു അവർ ചാനൽ ഹനാസ് PC കോർണർ. ഇന്ന് നമ്മൾ ഡിസംബർ മാസത്തിലെ 19-ാം തീയതിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 2025 ഡിസംബറിൽ കേരള സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതയായത് ആര്? സിസ തോമസ്. ട്രാവൽ പ്ലസ് ലെഷർ ഇന്ത്യയുടെ 2025 ബെസ്റ്റ് അവാർഡ് പട്ടികയിൽ മികച്ച വെൽനസ് ഡെസ്റ്റിനേഷനായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം ഏത്? കേരളം. നബാർഡിന്റെ നിയന്ത്രണത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ സർക്കാർ സാരഥിയിൽ അടുത്തിടെ അംഗമായ ബാങ്ക് ഏത്? കേരള ബാങ്ക്. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്നും ബിരുദം നേടിയ ആദ്യ വനിതാ ഓഫീസർ ആര്? സായ് ജാദവ്. രാജ്യത്തെ ആദ്യത്തെ ഇലക്ട്രിക് ട്രക്ക് ഇടനാഴി നിലവിൽ വരുന്നത് എവിടെ? കേരളം. മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഇന്ധനം നൽകരുത് എന്ന തീരുമാനമെടുത്ത സർക്കാർ ഏത്? ഡൽഹി സർക്കാർ. അടുത്തിടെ GI ടാഗ് ലഭിച്ച ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഉൽപ്പന്നം ഏത്? പൊണ്ടുരു ഖാദി. ഇതിന്റെ പിക്ചർ നമ്മൾ തംബ്നെയിലിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ഒന്ന് നോക്കുക. ലോകത്തിലെ ഏറ്റവും ചെറിയ പേഴ്സണൽ AI സൂപ്പർ കമ്പ്യൂട്ടർ പുറത്തിറക്കിയത് ആര്? ടിനി AI. 2025 അന്താരാഷ്ട്ര കുടിയേറ്റ ദിനത്തിന്റെ പ്രമേയം എന്ത്? മൈഗ്രേറ്റ്, സ്റ്റോറി, കൾച്ചേഴ്സ് ആൻഡ് ഡെവലപ്മെന്റ്. സർക്കാർ ജീവനക്കാർക്ക് സുരക്ഷിതമായി സന്ദേശം അയക്കുന്നതിനായി പാകിസ്ഥാൻ വികസിപ്പിച്ച ആപ്പ് ഏത്? ബീപ്പ്. ഇതിന്റെ പിക്ചറും നമ്മൾ തംബ്നെയിലിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ഒന്ന് നോക്കണേ. മധ്യപ്രദേശിലെ 3ാമത്തെ ചീറ്റ സംരക്ഷണ സങ്കേതമായി വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയ ടൈഗർ റിസർവ് ഏത്? വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ്. ശാന്തി ബിൽ 2025 ലോകസഭ പാസാക്കിയത് എന്ന്? 2025 ഡിസംബർ 17. അടുത്തതൊരു റീക്യാപ്പ് ടെസ്റ്റ് ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: വന്യജീവി സംരക്ഷണാർത്ഥം ഇന്ത്യയിലെ ആദ്യത്തെ ടേബിൾ ടോപ്പ് റെഡ് മാർക്കിംഗ് റോഡ് നിലവിൽ വന്ന സംസ്ഥാനം ഏത്? മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, തമിഴ്നാട്. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കമന്റ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഇടുന്ന വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.